കണ്ടറിഞ്ഞ് ചെയ്യണമായി. ഇനിയിപ്പൊ കൊണ്ടറിയാനാ വിധി. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇരുട്ട് ലീവ് ഇട്. പുറത്തുനിന്ന് വന്നവരെക്കാൾ പരിചയമാണ് ജോർജിന്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവൂ. നീ ഇവരെയും കൂട്ടി അകത്ത് പോ. അല്ല ഞാൻ മാർക്കോ, ഞാൻ വീണാലേ നിന്റെ അടുത്ത് അവരെത്തൂ. ഞാൻ വീണാലേ നിന്റെ അടുത്ത് അവരെത്തൂ. A few moments later. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. പോയി വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ശരി. എന്ത് ഇവളെയും കുഞ്ഞിനെയും ഒരു പോറല് പോലും ഏൽക്കാതെ നോക്കണം. നമ്മുടെ ചെയ്ത്തിന് ഇവളോ കുഞ്ഞോ ഇനി അനുഭവിക്കേണ്ടി വരരുത്. A few moments later. ഡോക്ടർ ആരെങ്കിലും ഈ ലിവറും ഈ കിഡ്നിയും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഞാൻ എന്തോരം സാധനങ്ങൾ മാറ്റി വെച്ചു, സുമേഷ്ക്ക് അറിയില്ലേ? അനക്കൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ഇതാര് ചെയ്തുവെന്നും ആരെ കൊണ്ട് ചെയ്യിച്ചുവെന്നും വന്ന ഗോൾഡിൽ എത്ര ഈ മാങ്ങപറിക്കാരുടെ കയ്യിൽ എത്തിയെന്നൊക്കെ കണ്ടുപിടിക്കാൻ ജോർജിന് കുറച്ച് സമയം മതി. ഇത് കഴിച്ചിട്ട് തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അതുവരെ കരുതിക്കോ. ഈ കരു നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. A few moments later. ഗോൾഡ് പിടിപ്പിച്ചത് ഞാൻ. അതെ, നീയാണോ? അതെ ഞാനാണ്. നീ ഇച്ചാന്റെ ഭീഷണി കേട്ടപ്പോ ഞാൻ പേടിച്ചു. നാരായണ 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 എന്നെ നീ കാത്തുകൊള്ളണേ. ഇച്ചായം കണ്ടുപിടിക്കുന്ന മുമ്പ് ഞാനങ്ങ് തീർത്തു. ഇത് രണ്ടും ചെയ്ത ആരാണ്? എനിക്കാരുടെയും സഹായം വേണ്ട. വീണ്ടും നിങ്ങളോ? കണ്ടുപിടിച്ചാൽ കാക്കിച്ചട്ടയ്ക്കോ കറുത്ത ഗൗണിനോ വിട്ടുകൊടുക്കാറില്ലല്ലോ നമ്മള്. ആരായാലും ചെമ്പ് തെളിയും. തെളിയിക്കും ഞാൻ. A few moments later. മാർക്കോ, നമസ്കാരം. നമസ്കാരം. എന്താടാ? നമ്മുടെ വിക്രനെ ഇല്ലാതാക്കിയത് അവനാ. നമ്മളെ പറഞ്ഞ് പറ്റിക്കായിരുന്നടാ അവന്മാർ ഇതുവരെ. കാരണം അത് ആ ചതികൾ ഓരോന്നും ഭീകരമായിരുന്നു. അല്ല, ഇത്തരം ചതികളെല്ലാം പറ്റാൻ താങ്കൾ എന്താണ് പൊട്ടനായിരുന്നു? ഡോണിയുടെ മകൻ റസല വസീമിനെ കൊന്നതും നമ്മുടെ വിക്ടറിനെ ഇല്ലാതാക്കിയത്. അപ്പൊ ഇച്ചാൻ ഇവിടെ ഒറ്റയ്ക്കോ? അതോർത്ത് നീ പേടിക്കണ്ട. താനോ? ഞാൻ കളരിയ. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല. A few moments later. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ.